UAE ലേബർ കാർഡ് അല്ലെങ്കിൽ ലേബർ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് മുമ്പ് പലരും എടുത്തിട്ടുണ്ടാവും. എടുത്തവർ പുതുക്കാത്തത് കാരണം ഇപ്പൊ പലർക്കും ഫൈൻ വന്നു. കാരണം മുമ്പ് 1 ഇയറിലേക്ക് 2 ഇയറിലേക്ക് എന്നുള്ളത് ഓപ്ഷണൽ ആയിട്ട് കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ പുതിയൊരു വിസ അടിക്കുമ്പോൾ തന്നെ നമ്മൾ ലേബർ കാർഡ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ILOയുടെ സൈറ്റിൽ കയറിയിട്ട് പേയ്മെന്റിന് പോകുമ്പോൾ ഡയറക്റ്റ് 2 വർഷത്തേക്കുള്ളത് മാൻഡറ്ററി എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതാകുമ്പോൾ നമ്മൾ വിസ ഇഷ്യൂ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒരു 1 വീക്ക് 2 വീക്കിന്റെ സമയത്ത് തന്നെ നമ്മളത് പേ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് 2 വർഷം കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ റിന്യൂവലിന്റെ ഒരു സമയത്ത് നമുക്ക് ഇത് ഓർമ്മയിലുണ്ടാവും. ഇതില്ലാത്തത് കാരണമാണ് ഇപ്പോൾ പലർക്കും ഫൈൻ കിട്ടിയിട്ടുള്ളത്. ഈവൻ ഹസ്ബൻഡ് വിസയിലുള്ള ഒരാളാണെങ്കിൽ പോലും, സ്പൗസ് വിസയിലുള്ള ഒരാളാണെങ്കിൽ പോലും, നിങ്ങൾ പുറത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും കമ്പനിയുടെ കീഴിൽ പോയിട്ട് ലേബർ കാർഡ് എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേബറിന്റെ ചാർജും അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് മാൻഡറ്ററി ആണ്. അതില്ലെങ്കിൽ നിലവിൽ ഗ്രേസ് പീരീഡ് കൊടുക്കുന്നത് 90 ഡേയ്സ് ആണ്. 3 months എന്ന് എല്ലാ ഇതിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 dirhams ഫൈൻ വരും എന്നുള്ളത് പ്രത്യേകം അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അറിയാത്തവർ കൃത്യമായിട്ട് അതൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിലവിൽ ഫൈൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിങ്ക് കമന്റിൽ ഇടുന്നുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്തോ. ഇനി വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഗൈഡ് ചെയ്യാനാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഈസിയാണ്. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയോ അല്ലെങ്കിൽ നമുക്ക് വിസ തരുന്ന സ്പോൺസറുടെയോ റെസ്പോൺസിബിലിറ്റി അല്ല നമ്മൾ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത്. അത് വ്യക്തികൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക, ഫൈൻ വാങ്ങാതിരിക്കുക.